മോളെ ഓ ടച്ച് ഗുഡ് ടച്ച് ഗുഡ് ടച്ച് നീ ഇടുക്കി ഞാൻ കിട്ടിക്കി. മോളെ പിന്നെ ഞാൻ എന്തൊക്കെയാ മോളെ പഠിപ്പിച്ചത്? ഇതിന് നേരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, വഴി തെറ്റും. ഇടുക്കി. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ മോളെ. എന്നിട്ട് കാണിക്ക്. എന്തു പറ്റി മോളെ? ഒന്നും പറ്റിയില്ല. എന്തു പറ്റി മോളെ? ഒന്നുമില്ല. നിനക്കൊരു സങ്കടം പോലെ? കുഴപ്പമില്ല. കണ്ണ് നിറഞ്ഞിരിക്കുന്നു. പിന്നെ ഈ വിരൽ വെച്ച് കണ്ണിനകത്ത് ഊതിയ കണ്ണ് പറയത്തില്ലയോ? എന്ത്? എന്റെ കുഞ്ഞു പെങ്ങളുടെ കണ്ണിൽ കൊണ്ട ഈ വിരൽ എനിക്കിനി വേണ്ട. എന്താ ചെയ്യുവാ? വലിച്ചിളകി കളയാൻ പോണു. അങ്ങനെ ചെയ്യല്ലേ. എന്റെ കുഞ്ഞു പെങ്ങളുടെ കണ്ണിൽ കൊണ്ട വിരൽ കിക്കറടിക്കുവാണോ? കിക്കറടിച്ചല്ല, വലിച്ചിളക്കി കളയാൻ. അങ്ങനെ പറയല്ലേ. ഇതങ്ങ് വലിച്ചിളക്കി കളഞ്ഞാ. എന്റെ ദൈവമേ, ഞാൻ കണ്ടിട്ടുണ്ട് സഹോദരിമാരോട് സ്നേഹമുള്ള ആങ്ങളമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും സ്നേഹമുള്ള ഒരു ആങ്ങളെ ദൈവം എന്തിനാ എനിക്ക് തന്നത്? എന്റെ പൊന്നുമോളെ, എന്റെ കുഞ്ഞു പെങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ്. അങ്ങനെയാണ് ഒരു 15,000 രൂപ മറിച്ച് തരുമോ? മറിച്ചു തരുന്ന കാര്യമല്ല പറഞ്ഞത്, മരിക്കാനും തയ്യാറാണെന്ന്. എവിടെ പോവാ? ചാവാൻ പോണ്. കിണറിൽ ചാടാൻ. കിണറില്ലല്ലോ നമുക്ക്. ഒരു കുന്താലി എടുത്തോണ്ട് പോവാ. എന്തിനാ? ആദ്യം കിണർ കുടിക്കാൻ എന്നിട്ട് ചാടാം. ചേട്ടാ കുഴപ്പമില്ല, എനിക്ക് വിഷമമൊന്നും ഇല്ല. എന്റെ മക്കൾക്ക് എന്തോ ഒരു സങ്കടമുണ്ട്. ഇല്ലെന്ന് അളിയൻ വല്ലതും പറഞ്ഞ? ഇല്ല. പിന്നെ നിനക്ക് കല്യാണം നേരത്തെ കഴിഞ്ഞു എന്നുള്ള വിഷമമുണ്ടാ? ഇല്ലെന്ന്. അളിയൻ 2 എണ്ണം കൊടുക്കട്ടാ ഞാൻ? ഇല്ല, എന്തോ വിഷമമുണ്ട്. അളിയാ അളിയാ എന്താ അളിയാ? ചോദിക്കാൻ വേറൊന്നുമല്ല. അളിയന് പണിയൊന്നുമില്ല, പണിക്ക് പോക്കൂടെ? ഞാൻ പോകുന്നിരിക്കട്ടെ, നീ എന്താ പണിക്ക് പോകാത്തെ? എന്ത് വർത്താനം അളിയാണ് ഞാൻ പറയണത്? ഞാൻ പണിക്കിറങ്ങി പോയി കഴിഞ്ഞാൽ എന്റെ കുഞ്ഞു പെങ്ങൾ മാത്രമല്ലേ ഈ വീട്ടിൽ ഉള്ളൂ. കള്ളന്മാര് വന്ന് എന്തെങ്കിലും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും അളിയാ? നീ അല്ലടാ ഏറ്റവും വലിയ കള്ളൻ. നീ ആദ്യം ഇറങ്ങിപ്പോ. അപ്പൊ ഞാൻ അകത്തോട്ട് പോവേണ്. അതിനു മുമ്പ് അളിയാൻ പണിക്ക് പൊക്കോണം. പെങ്ങളെ, ബാക്കി കരിമശി ഇവിടെ ഇരിക്കും. ഇത് പോരാങ്കി ബാക്കി അകത്തോട്ട്. ഓക്കെ മോളെ, എടുത്തിട്ട് വരട്ടെ. ഇത് ആരുടെ വീടടി? ചേട്ടൻ അറിയാ? അരുണേട്ടന്റെ വീട്. കാണുന്നവര് വിചാരിക്കുന്നില്ലടി ഞാൻ അച്ചി വീട്ടിൽ വന്ന് കിടക്കുവാണെന്ന്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 2.5 കൊല്ലമായി. 2.5 കൊല്ലം. അന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ നിന്റെ കുറച്ച് ബന്ധുക്കൾ അടുക്കള കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നായിരുന്ന? അത് ചടങ്ങാണത്. അത് ചടങ്ങ്. എന്നിട്ട് ബാക്കിയുള്ള ബന്ധുക്കൾ എല്ലാം പോയി. എന്നിട്ട് ഇതുവരെ എന്റെ അടുക്കള കണ്ട് തീർന്നിട്ടില്ല. അത് അത് എവിടത്തെ ചടങ്ങടി? അത് ചടങ്ങല്ലാതെ ആങ്ങളൊക്കെ എന്നോടുള്ള സ്നേഹം. എടി, ആങ്ങളയ്ക്ക് സ്നേഹമുണ്ട്. ഞാൻ നിന്റെ ഭർത്താവല്ലേ? അതെ. എനിക്ക് നിന്നെ ഒന്ന് സ്നേഹിക്കാൻ സമയം കിട്ടും. എന്താ അത്? ആങ്ങളെ വല്ലതും കാണുന്ന? അടുത്ത മാസം എന്തുവായാലും ഞാൻ ദുബായിക്ക് പോകും. അതുകൊണ്ട് എനിക്കൊന്ന് സ്നേഹിച്ചൂടെ? ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എല്ലാം പറഞ്ഞു പഠിപ്പിച്ചേക്കോ അവൻ. കാരണം ഞാൻ അവളുടെ അടുത്ത് പോകുന്നത് അവന് പിടിക്കൂല. അവനെല്ലാം പഠിപ്പിച്ച് വെച്ചേക്കട്ടെ. ഞാനാണെങ്കിൽ എവിടെ പോന്നിത്? നമ്മുടെ ബെഡ്റൂമിൽ ഒരു കട്ടിലില്ലേ, അത് അടിച്ചൊടിച്ച് കത്തിക്കാൻ പോണു ഞാൻ. അങ്ങനെ ചെയ്യല്ലേ. അങ്ങനെ വഴിക്ക് വാ. ഒറ്റയ്ക്ക് ചെയ്യണ്ട, ചേട്ടനെ കൂടെ വിളി സഹായിക്കും. അവനെ ആദ്യം ഇവിടെ ഇറക്കി വിടണം. അതെങ്ങനെ ഇറക്കി വിടാൻ തുടങ്ങുമ്പോ അപ്പൊ അവൻ കൺമെഷീൻ കൊണ്ടുവരും. ഇതിനകത്ത് മീൻകറി എടുത്ത് പൂച്ചയ്ക്ക് കൊടുത്തു. എനിക്ക് നിന്റെ അടുത്ത് ഒരു അർജന്റ് ആയിട്ട് ഒരു കാര്യം പറയണം. അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അതിന് മുമ്പ് എനിക്ക് അളിയന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. കൊച്ചു കുട്ടികൾ ഇത് കേട്ടൂടാ, ചെവി പൊത്തി പിടിക്കാ. കേക്കരുത്. എന്താ അളിയാ, കല്യാണം കഴിച്ചിട്ട് എത്ര നാളായി? 2.5 കൊല്ലമായി. ആണല്ലോ. എന്നെ മാമ എന്ന് വിളിക്കാൻ ഒരു കുഞ്ഞുമണി എനിക്ക് തന്നിട്ടുണ്ടോ അളിയാ? ഇത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന എടുക്കുന്ന സാധനമല്ല. അതിൻ്റെതായ സമയം വേണം. തന്നെ അളിയ എനിക്ക് തരുന്നില്ല. എന്താണ് അളിയാ അളിയനിപ്പോ? അളിയ, ഞാൻ ഇനി സത്യം തുറന്നു പറയാം. പറയളിയാ, എനിക്ക് പ്രൈവസി ഇല്ലളിയാ. എന്റെ ഇലങ്കത്തിൽ ശ്രീ ഭഗവതി, എന്താ ഞാൻ ഈ കേൾക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ കല്യാണത്തിന്റെ തലേദിവസം അത് പറഞ്ഞില്ല? കല്യാണത്തിന് ശേഷമാണ് എനിക്ക് പ്രൈവസി ഇല്ലാതായത്. അയ്യോ, എന്റെ കുഞ്ഞു പെങ്ങൾ അറിഞ്ഞായിരുന്ന? അറിഞ്ഞില്ല, ഞാൻ ഒന്ന് പറഞ്ഞു തുടങ്ങിയായിരുന്നു. അതാണ് നമുക്ക് ഇത്രയും വിഷമം. അളിയ, ഞാനിപ്പോ ഇത് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ കിടന്ന് നടക്കല്ലേ അളിയ? എന്താ? ശരീരം അനക്കരുത്. എന്ത്? ഒരു കാര്യം ചെയ്യാം, എത്ര ചികിത്സിച്ചാലും അളിയനെ ഞാൻ റെഡിയാക്കി എടുത്തോളാം. നീ ഇത് എവിടെ പറഞ്ഞു പോണടാ? നീ ഇത് എവിടെ പറഞ്ഞു പോണ് എന്ന് പറഞ്ഞു? എടാ, എനിക്ക് അവക്കും കൂടി ഒരു സ്വകാര്യതയില്ല. നീ ആദ്യം ഇവിടെ ഇറങ്ങി പോണം. ഇറങ്ങി പോണം. ഇവിടെ ഇറങ്ങി പോണം. പറഞ്ഞ കേട്ടാ? പറഞ്ഞ കേട്ടായിരുന്നാ? ചെവി കുത്തി പിടിച്ചേക്കോലായിരുന്നോ? ഞാനൊരു ഞാവും പറഞ്ഞില്ല. നിങ്ങൾ എന്താ പറയണം? നിങ്ങള് എന്റെ അടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങി പോവാ. എന്നെ വിട്ടിട്ട്
പോവോ പറ പറ പോവോ എനിക്കങ്ങനെ പോവാൻ പറ്റോ മോളെ? കളഞ്ഞിട്ട് പോവാൻ പറ്റോ? ഇവള് പണ്ട് പേടിച്ചിട്ടുള്ളതാണ് അയ്യോ, ചേട്ടാ പറയല്ലേ പറ കേക്കട്ടെ. അളിയ അത് കേക്കണം. എവളെയും കൊണ്ട് പണ്ട് ഉത്സവത്തിന് പോളിയ ഞാൻ ഇപ്പൊ അവള് കുഞ്ഞല്ലേ, അവളെ കയ്യിൽ ഞാൻ ഒരു ഹൈഡ്രജൻ ബലൂൺ വാങ്ങിച്ചു കൊടുത്ത് എന്റെ കുഞ്ഞുവാവ അതും കൊണ്ട് പൊങ്ങി അങ്ങ് പോയില്ലേ. ടവറിന്റെ മോളിൽ നിന്നാണ് വലിച്ചിറക്കിക്കൊണ്ട് വന്നത്, അറിയാവോ? എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് ഹൈഡ്രജൻ ബലൂണൊക്കെ. കണ്ടാ, അവൾക്ക് ഇപ്പോഴും തറയിൽ നിൽക്കാനല്ല, അവൾക്ക് എയറിൽ നിൽക്കാനാണ് ആഗ്രഹം. ഇത് കരിയിട്ട് കയറിക്കോളും. അയ്യോ, നിങ്ങളോട് രണ്ടുപേരോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്തുവാ? നമ്മുടെ പുള്ളിക്കോഴിയില്ലേ, അട വെച്ചിരുന്ന മുട്ട എല്ലാം വിരിഞ്ഞു കുറെ കുഞ്ഞുങ്ങളുണ്ട്. അതെങ്കിലും കുടുംബമായിട്ട് ജീവിക്കട്ടെ. അങ്ങോട്ട് എവനെ വിടല്ലേ. എവന് കുടുംബമായിട്ട് ജീവിക്കണം. എവന് പിടിക്കൂല. എവന് എന്ത് വർത്താനം അളിയാളിയാൻ പറഞ്ഞത്? നീയും അതിന് കൂട്ടുന്നല്ലോടി. ആകപ്പാടെ 2 മുട്ട ഉണ്ടായിരുന്നു. ഞാൻ അത് ഓംലെറ്റ് അടിക്കാന്ന് പറഞ്ഞു വെച്ചത്. എന്തിനടി കോഴിയുടെ കൊണ്ടുവച്ചു? ഞാൻ കോഴിക്കുഞ്ഞിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു നോക്കാം, ജസ്റ്റ് ഒന്ന് മാറിത്തരുമെന്ന്. അയ്യോ, ഈ കുടുംബത്തിൽ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ചേട്ടനായിട്ട്? ഉള്ളായിരുന്നു, പക്ഷെ എന്റെ അച്ഛനും അമ്മയ്ക്ക് 5-6 പിള്ളേര് വേണമെന്നായിരുന്നു ആഗ്രഹം. ആഗ്രഹം കാണും, യവൻ സമ്മതിച്ച് കാണൂല. യവൻ സമ്മതിക്കൂല. അവന്റെ സ്വഭാവം അങ്ങനെ ആവണം. സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കൂല. അങ്ങനെ പറയല്ലേ അങ്ങനെ. പിന്നെ ഞാൻ എങ്ങനെ പറയായിരിക്കും? നീ ഇപ്പൊ കണ്ടു നോക്ക്. ആടെ നമ്മുടെ പുള്ളിക്കോഴി കുഞ്ഞിന് 6 കുഞ്ഞായി. ഞാനല്ലേ പറഞ്ഞത്? നീയാണ് പറഞ്ഞത്. നമുക്ക് വേണ്ടേ കുഞ്ഞ്? നമ്മുടെ ആണല്ലോ പുള്ളിക്കോഴിയും കുഞ്ഞുങ്ങളും. എവിടത്തെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിൽ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ തൊഴുത്തിൽ ഒരു പശു ഉണ്ടാ? ഇല്ലേ? ഉണ്ട്. ഇപ്പുറത്ത് പിടിവിട്ടിരിക്കുന്ന ഒരു കാളയുണ്ടാ? ഉണ്ട്. ഇവർക്ക് 2 പേർക്കും കൂടി ഒരു കിടാക്കുഞ്ഞിനെ വേണം. എവിടെ നിന്ന് കിട്ടും? പഞ്ചായത്ത് അപേക്ഷ വെച്ചാൽ മതി. സബ്സിഡി എനിക്ക് 3 കുഞ്ഞിനെ കിട്ടുന്നുണ്ട്. വേണ്ടടി, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുക. ഏതെങ്കിലും ഒരെണ്ണത്തിനെ പിടിച്ചോണ്ട് വരാ. മോശമല്ലേ അതൊക്കെ? Bad word. ഒരു തവണയും കൂടി ഞാൻ പറയാം. അതായത് ഒരു പൂവിറുക്ക, ഒരു വണ്ടിറുക്ക. ചില സമയങ്ങളിൽ ഈ വണ്ടി ഏൻ പൂവുക്കുള്ള പോകുന്നത്. കീടനാശിനി ശരിയല്ല, അതിനൊരു വിദ്യയുണ്ട്. പച്ചച്ചാണകവും വേപ്പും പിണ്ണാക്കൂടെ കലക്കി 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 നിന്നെ നിന്റെ ആങ്ങളെയും പിടിച്ച് 2ന്റെയും തലേ കൂടെ അങ്ങോടിക്കണം. ദൈവം തമ്പുരാനെ, എന്റെ അവസ്ഥ ഞാൻ ആരോട് പറഞ്ഞ് മനസ്സിലാക്കി? എനിക്ക് മനസ്സിലാവും, പറഞ്ഞു തന്നാ മതി. ഉറങ്ങാതിരിക്കലും ഉറങ്ങിയെന്നാകിലും നീ എൻ കിനാവിലെ ചിന്താരകം. ഇരുട്ടിന്റെ ജാലകം തുറന്നെത്തി നോക്കുന്നു തുറങ്ങാത്ത. ദൈവമേ, പ്രധാനമന്ത്രി നോട്ടൊക്കെ നിരോധിച്ച് ഈ കൺമശി ഒന്നും നിരോധിച്ചിരുന്നു. സകല കൊസുഖം മാറിയാണ്. നീ ഇനി പണിക്ക് പോണം തീരുമാനിച്ചു. ഞാനൊരു സന്തോഷ വാർത്ത ഞാൻ പറയാം. പണിക്ക് പോവാൻ തീരുമാനിച്ചു. അടിപൊളി. ഒരു 500 രൂപ തരണം. 500 എന്തിന്? പിന്നെ ജോജു ചേർന്ന സിനിമ പണി കാണാൻ പിന്നെ ഞാൻ വെറുതെ ചെന്ന് കയറാൻ പറ്റും? സിനിമയാണ് കാര്യമാണോ പറഞ്ഞത്? അല്ലാതെ. എടാ, പൈസ വേണമെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. എന്നെ ബാക്കിയുള്ള ഊറ്റി ജീവിക്കാൻ. എന്നെ അങ്ങനെ മോശക്കാരനാക്കല്ലേ അളിയാ? എന്താ പൈസ ഒക്കെ നമ്മളും കുറെ കണ്ടിട്ടുള്ള എന്നെ കേട്ടാ, പറഞ്ഞു മനസ്സിലായി. പൈസ കുറെ കണ്ട്. ഇന്ത്യൻ റെയിൽവേയിൽ സഹായത്തിന് എന്നെ വിളിക്കൂന്ന് പറഞ്ഞപ്പോ അവിടെ വിളിച്ച് 350 രൂപ കടം ചോദിച്ചോ. ഇവരാണോ നീ പൈസ ഉണ്ടാക്കണ കാര്യം? കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി, മനസ്സിലാകും. എടാ, ഞാൻ നിനക്ക് ഒരു കൂട്ട് വേണം. എനിക്ക് കൂട്ട് എന്റെ പൊന്നളിയല്ലേ, പിന്നെ എന്തിനാ? അതല്ല, ഒരു പെണ്ണിന്റെ കൂട്ട് വേണം. അതല്ലെന്ന്. പിന്നെ അളിയന് ഒരു എണ വേണ്ടേ? എണ്ണ പിരിക്കാൻ ഞാൻ തോന്നളിയാ ചേരെ പാമ്പോ അല്ല. യവനോട് എങ്ങനെ പറ? എടേ, നീ ഒരു പെണ്ണിനെ കണ്ടെത്തി നീ കല്യാണം കഴിക്കണം. എന്ത്? ഞാൻ കല്യാണം കഴിക്കാനോ? കണ്ടടി. ഇല്ലില്ല, എന്റെ ചേട്ടന് കല്യാണ പ്രായം ആയിട്ടില്ല. കണ്ട, പെണ്ണെന്ന് പറഞ്ഞപ്പോ തന്നെ പക്വത വരട്ടെന്ന്. ഒരു കാര്യം പറയാം, യവനെ വേറൊരു പെണ്ണിലോട്ട് വീഴ്ത്തുന്ന ഞാൻ കാണിച്ചു തരണോ? അങ്ങനെ വീഴത്തില്ല. എന്നോട് ഭയങ്കര സ്നേഹോ ചേട്ടാ. സ്നേഹോ? ആ, സ്നേഹം. ബെറ്റ് വെക്കുന്ന? ആ, ബെറ്റ് വെക്കുന്നു. ഒരു ഉമ്മയ്ക്ക് ബെറ്റ് വെക്കുന്ന? ബാഡ് വേർഡ്. അല്ല, കിട്ടിയാ കിട്ടണേന്ന് വിചാരിച്ച് പറഞ്ഞതാ. ഈ നമ്പറിൽ നിന്ന് അവനെ വിളിച്ചു നോക്കാം. നമ്പറാണല്ലോ. ഹലോ ഹലോ, ഉമേഷ് ആണോ? ഓ, ഉമേഷ് തന്നെ. ഞാൻ കൺമേശക്കടയിലെ മൈഥിലിയാണ്. കൺമേശക്കടയല്ല, മൈഥിലി. മൈഥിലി. എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഉമേഷിനെ. കണ്ടോ എന്റെ ചേട്ടൻ ഫോൺ കട്ട് ചെയ്തു. എന്നോട് സ്നേഹമുണ്ട്, ഫോൺ കട്ട് ചെയ്തു എന്റെ ചേട്ടൻ. ഫോൺ കട്ട് ചെയ്തില്ലേ? ഞാൻ സോറി, അറിയാണ്ട് പറഞ്ഞു പോയി. അതന്നെ ഞാൻ പറഞ്ഞത്. വിളിക്കുന്നു.
ഹലോ ഹലോ ഞാൻ കുട്ടിത്തോർത്തള്ള ഉടുത്തേക്കണത്. ഡാഡി പറഞ്ഞേ ഉച്ചേർക്കെന്നല്ലേ പറഞ്ഞേട്ടാ കുട്ടി തോർത്തെന്ന്. അവനെ ഞാൻ ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. വേണ്ട. വേണം. ഹലോ എന്തുവാ തിന്നുന്നേ? തിന്നല്ല വന്നതാണ്. അതെനിക്കിപ്പോ കാണണം. ഞാനിവിടെ കൺവെൻഷൻ കടയിലുണ്ട്. എത്രയും പെട്ടെന്ന് കൊണ്ട് വരുമോ? അങ്ങനെ പറയട്ടെ. I love you. 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 യവന് നല്ല ഇളകി നിൽക്കുവാണ്. അവനെ മുഴുത്ത് നിൽക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ ഇല്ല. ഇത് മനപ്പൂർവ്വം എന്റെ ചേട്ടൻ. ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങ് വാ. എടി ഒരു പെണ്ണ് വന്നാ തീരാവുന്ന സഹോദര സ്നേഹമേ ഉള്ളു. അത് വേറുള്ളവർക്ക്. പക്ഷെ എന്റെ ചേട്ടൻ അങ്ങനെ എന്നോട് ഈ ലോകത്തല്ലേ ജീവിക്കുന്ന പല കുടുംബത്തിലും കണ്ടോ ഒരു പെണ്ണ് വന്നാ നാത്തുനെ കാലുമടക്കി അടിക്കുവാണ്. അത് തിരിച്ച് ഗോൾ അടിക്കാൻ അറിയാത്തണ്ട. ഞാൻ പിടിച്ചേക്ക്. ഞാൻ ഇങ്ങ് വരട്ടെ. ഞാൻ നോക്കാം. ചേട്ടൻ എവിടെ പോവാ? ചേട്ടാ എവിടെ പോവാ പറ. കട്ടപ്പനയിലെ കുട്ടമ്മമാവന് ഒട്ടും വയ്യാന്ന് പറഞ്ഞ് ചെല്ലുക 2 ഉമ്മ കൊടുക്കാൻ നേരത്തെ വരിക. ചാവാൻ കിടക്കുന്ന മനുഷ്യനെ അമ്മ അല്ല അപ്പൊ ചാവാൻ വലിയ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ ചൂടല്ലേ, അതുകൊണ്ട് വിയർക്കുന്നല്ലോ നീ. വിയർക്കുന്നുണ്ട്. നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. നല്ല ടെൻഷൻ ഉണ്ട്. നിനക്ക് എന്തുകൊണ്ട്? കളി എന്നെ അനുഗ്രഹിക്കണം. എന്താ എന്നെ അനുഗ്രഹിക്കണം. ഞാൻ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഇതാ പറഞ്ഞ പോളെ പോട്ടാ. കണ്ടാ കണ്ടടി നീ അല്ലേ പറഞ്ഞ നിന്റെ ആങ്ങളെ മാറൂലത്. കണ്ട ഒരു പെണ്ണിന് ശബ്ദത്തിൽ വിളിച്ചപ്പോ പോന്ന പോക്ക് കണ്ട. ഒരു കണക്കിന് അവൻ പോയത് നന്നായി. എന്തായാലും നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഒരു നിമിഷമല്ലേ. ഗുഡ് ടച്ച്. ഗുഡ് ടച്ച്. ഗുഡ് ടച്ച്. ഗുഡ് ടച്ച്. അത് വരട്ടെ. ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്തേ വരാ. അയ്യോ എടി എന്തിനാ പ്രശ്നമായി. എന്ത് എന്താ അവിടെ നിന്ന് ഇപ്പൊ എല്ലാം കൂടെ ഇങ്ങോട്ട് വരും. എന്താ പറ്റി? ഞാൻ സാധനങ്ങളെല്ലാം വലിക്കെടുപ്പ്. എന്തിനാ? അവിടെ നിക്ക്. അവിടെ നിക്ക്. എന്താ കാര്യം? കൺമശി കടയിലെ പെണ്ണില്ലേ, ആ. ആ പെണ്ണ് ഒന്നും ചോദിക്കാതെ ഒരു ഉമ്മ എടുത്ത്. Good touch. ആ, bad touch. അവരെല്ലാം ഇങ്ങോട്ട് വരുവളിയാ. ഒരു കാര്യം ചെയ്യ്, നീ എവിടെയും കുറച്ച് ദിവസം മാറി നിക്കടേ. ഓട്ടാളിയാ. ആ, പോക്ക്. എന്റെ കുഞ്ഞു പെങ്ങളെ നോക്കിക്കോളെ കളിയാ. ലാസ്റ്റ് ഒരെണ്ണം കൂടെ വരച്ചോട്ടിയാ. ഓട്ടാളിയാ നോക്കിക്കോളേടാ. ആങ്ങളെ പോയി. കരയണ്ട. ഒരു കണക്കിന് അത് നന്നായി. നിസ്സാര ഒരു സെക്കൻഡ് അവനെ മാറ്റി നിർത്താനേ ശ്രമിച്ചോളൂ. അവനായിട്ട് അത് ഒരു കൊല്ലമാക്കി. ഇനി നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങണം. അളിയാ ഇത് ബാറ്റച്ചാണ്. യവൻ പോയില്ലേടേ.